അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ റമളാനിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നന്മയായ പ്രവർത്തനങ്ങളിലൂടെ റമളാൻ ഷരീഫിനെ നല്ല പോലെ ഉപയോഗപ്പെടുത്തുക, ഉഖ്റവിയായ രക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകൾ നിരന്തരം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. റമളാനിൽ എങ്ങനെയാണോ ഇബാദത്ത് ചെയ്യുന്നത് അതുപോലെ ആ ഒരു ആവേശത്തിലും ഉന്മേഷത്തിലും മരിക്കുവോളം ഇബാദത്തിലായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹായുടെ ജീവിതകാലം നമുക്കറിയാം. ഒരു റമളാൻ 3-ന് മഹാനായ അലിയാര് തങ്ങൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ വീട്ടിൽ വലിയ തിരക്കിലായിരുന്നു. ഒരു ഭാഗത്തുനിന്ന് റൊട്ടി ചുട്ടുകൊണ്ടിരിക്കുന്നു, മറ്റൊരു ഭാഗത്ത് മക്കളെ കുളിപ്പിച്ച് പുത്തനുടുപ്പുകൾ ഇട്ടുകൊടുക്കുന്ന തിരക്കിലാണ്. സാധാരണഗതിയിൽ അലിയാര് തങ്ങൾ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരുമ്പോൾ നല്ല രീതിയിൽ സ്വീകരിക്കുന്ന, നല്ല രീതിയിൽ പരിഗണിക്കുന്ന ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ അന്നേത്തെ ദിവസം അലിയാര് തങ്ങൾ വന്നിട്ട് അലിയാര് തങ്ങളെ കണ്ടിട്ടും നല്ല പോലെ മൈൻഡ് ചെയ്യാതിരുന്നപ്പോ അലിയാര് തങ്ങൾ അറിയാതെ ചോദിച്ചുപോയി, എന്തു പറ്റി ഫാത്തിമ, ഞാൻ വന്നത് കണ്ടിട്ടില്ലേ? മതിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ ആ ജോലിയിൽ മുഴുകിയിരിക്കെ ഭർത്താവിനോട് വളരെ വിനയത്തോടെ പറയാണ്, ഞാൻ കണ്ടു, ഇന്നൊരൽപ്പം തിരക്കിലാണ്. എന്താണ് ഇത്ര വലിയ തിരക്ക്? അലിയാര് തങ്ങൾ ചോദിക്കുന്നു റളിയല്ലാഹു അൻഹു. മതിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ ഇന്നൊരു വിരുന്നിന് പോവാൻ ഒരുങ്ങുകയാണ്. വിരുന്നിനാണെങ്കിൽ ഞങ്ങളെ കൂടി കൂട്ടണ്ടേ എന്ന് ചോദിച്ചപ്പോ മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ വളരെ വേദനയോടെ പതുങ്ങിയ സ്വരത്തില് മഹാനായ അലിയാര് തങ്ങളോട് പറയാണ്, ഞാൻ ഇന്ന് എൻ്റെ ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ എൻ്റെ ഉപ്പയെ സ്വപ്നത്തിൽ കണ്ടു. ഉപ്പയാണ് എന്നെ വിരുന്നിന് ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ കൂട്ടുക എന്നുള്ളത് ഇനി ഖിയാമത്ത് നാൾ വരെ ഞാൻ തിരിച്ചു വരൂല എന്നുള്ള കാര്യം ഉറപ്പായത് കൊണ്ടാണ്. അതുകൊണ്ട് ഈ ഒരു വിരുന്നിന്റെ യാത്ര എൻ്റെ തനിച്ചുള്ള യാത്രയാണ്. മക്കളെയോ നിങ്ങളെയോ എനിക്ക് കൂട്ടാൻ സാധ്യമല്ല. മഹാനായ അലിയാര് തങ്ങൾ കുട്ടിക്കരഞ്ഞുപോയ നിമിഷം അതൊരു റമളാൻ 3-നായിരുന്നു. മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്. പ്രിയപ്പെട്ടവരെ, ഇന്ന് റമളാൻ 3 മഹദിയായ ഫാത്തിമ ഉമ്മയുടെ പേരിൽ റളിയല്ലാഹു അൻഹയുടെ പേരിൽ നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഹദിയകൾ ചെയ്ത് അവരുടെ മദദിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ ജോലിയിൽ ഒക്കെയും ഖൈറ് നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ മാരകമായ രോഗങ്ങളും തൊട്ടും അല്ലാഹു നമ്മെയും കുടുംബത്തെയും കാത്തുരക്ഷിക്കട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.